അമ്മ എണീറ്റില്ലല്ലോ. ശോ, ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? ആ, ചായ ഇടാം. ചായപ്പൊടി പഞ്ചസാരയൊക്കെ എവിടെ, ഒന്നും കാണില്ലല്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? നീ എന്താ ആലോചിക്കണേ? ഏട്ടാ, ചായപ്പൊടി പഞ്ചസാരയൊന്നും കാണുന്നില്ല. ഞാൻ ചായ ഇടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഇന്നലെ വരെ മാമിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അവരാരും എന്നെ അടുക്കളയിൽ കയറാനൊന്നും സമ്മതിച്ചില്ല. പണിയൊന്നും എടുക്കണ്ട, ഞങ്ങള് പോയതിനു ശേഷം ഈ പണി എടുത്താൽ മതി എന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എവിടെയാണെന്ന് ഒരു പിടിയില്ല. അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, ഈ നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കിയാലും കാണാനില്ല. അമ്മ എണീക്കാനായോ? ഈ സമയത്തൊക്കെ സാധാരണ എണീക്കാറുണ്ട്, ഞാൻ ഒന്ന് പോയി ആയിക്കോട്ടെ. നോക്കട്ടെ. അമ്മേനെ ഞാൻ കൊറേ വിളിച്ച്, അമ്മ എണീക്കല്ലേ, ഈ ഒന്നും വിചാരിക്കല്ലേ അമ്മേ. ഈ എന്തിനാ അങ്ങനെ വിളിച്ചു പോവണടോ? അമ്മ ആ ചായപ്പൊടി പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഒന്ന് എടുത്തു കൊടുക്ക്. അതിനാണ് അങ്ങനെ വിളിച്ചത്? സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിലുണ്ട്, അവിടെ പോയി നോക്കാൻ പറയും. കൊറേ തെരഞ്ഞിട്ടാണ് എല്ലാം കിട്ടി. പിന്നെ എനിക്ക് ചായല് മധുരം ഇടണ്ട കേട്ടോ. അമ്മമ്മക്ക് കുറച്ച് മധുരം ഇട്ടാ മതി. പിന്നെ ഓന് കുറച്ച് അധികം മധുരം വേണം. അപ്പൊ 3 ഗ്ലാസ്സിലാക്കിയിട്ട് മധുരം അങ്ങോട്ട് ഇട്ടാ മതി. പിന്നെ എനിക്കും അമ്മയ്ക്കും പാൽപ്പൊടി കുറച്ചിട്ടാ മതി. ഓന് കുറച്ച് അധികം പാൽപ്പൊടി ഇട്ടോ. വെറുതെ പാൽപ്പൊടി തീർക്കണ്ടല്ലോ. അത് വെള്ളപ്പത്തിന്റെ മാവാണ്. ഇതിലേക്ക് എന്തെങ്കിലും ഇഷ്ടോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോ. പിന്നെ ഓന് പുട്ട് എന്തായാലും വേണം. ചോറ് ഇന്നലത്തെ ഉണ്ട്, അത് തിളപ്പിച്ചൂറ്റി കൊണ്ടുപോയാ മതി. ഇന്നലത്തെയോ? അത് നല്ല കുറുവ അരിയല്ലേ, അതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ തന്നെയാണ്, ചോറ് ഒരാഴ്ച വരെ ഉപയോഗിക്കും. പിന്നെ അനക്ക് എത്ര മണിക്കാ പോണ്ടേ? 8 മണിക്ക് ഇറങ്ങണം. ഓഫീസിൽ പഞ്ചിങ് ആണ്. കറക്റ്റ് 9 മണിക്ക് എത്തണം. എന്തോർക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? വീട്ടിൽ പണിയൊക്കെ ഉണ്ടാവൂലേ? ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓഫീസിൽ പോവേ. കറി എന്താ വെക്കണ്? ഏട്ടൻ പറഞ്ഞ് ചെറുപയർ പുഴുങ്ങിയതല്ലേ മസാലക്കറി എന്തെങ്കിലും മതിന്ന്. അങ്ങനെയാകുമ്പോ പണി വേഗം കഴിയല്ലോ. ലേറ്റ് ആയല്ലോ. തേങ്ങ അരക്കാത്ത കറിയൊന്നും അവൻ കൂട്ടൂല. ഓന് തേങ്ങ അരച്ച കറി തന്നെ വേണം. അല്ല, ഏട്ടൻ പറഞ്ഞ് കഴിക്കും. അമ്മ അങ്ങനെയാണ് സാധാരണ ചെറുപയർ പുഴുങ്ങിയതോ മമ്പയർ പുഴുങ്ങിയതോ എന്തെങ്കിലും തരാറുള്ളത്. അതെനിക്ക് കൈവേദനയായിട്ടാ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നേ. ഇപ്പൊ പിന്നെ ഉണ്ടാക്ക ആളുണ്ടല്ലോ. ഞാനിപ്പോ എന്തൊക്കെയാ ചെയ്യാ? പണിയെല്ലാം കഴിഞ്ഞു. അയ്യോ, സമയം 8:30 ഇന്ന് ഞാൻ അവിടെ എത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. വൈകുന്നേരം നേരത്തെ വരുന്നല്ലേ? ഈ 6 മണിയാണ് ഓഫീസ് ടൈം. പിന്നെ 2 ബസ് കയറി വരണ്ടേ? ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും 7 മണിയൊക്കെ കഴിയും. മോളെ, അമ്മേ, പുതുപ്പെണ്ണ് എങ്ങനെയുണ്ട്? കൊഴപ്പില്ല, ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്തേന്ന് കേട്ടോ. ഞാൻ അടുക്കളന്റെ ഭാഗത്തേക്ക് പോയിട്ടേ ഇല്ലേ. പിന്നെ നേരെ വൈകിട്ടാന്ന് എണീറ്റതും. പിന്നെ ദേവുല്ലേ, ഇവിടെ പണിക്ക് വരുന്ന ദേവുവിനോട് ഞാൻ വരണ്ടാന്ന് വിളിച്ചു പറഞ്ഞേന്. ഇവിടെ പണി എടുക്കാൻ ആളില്ലേ, വെറുതെ എന്തിനാ വേറെ ഉള്ളവർക്ക് പൈസ കൊണ്ടു കൊടുക്കണേ. ഞാൻ ചിലപ്പോഴേ വൈകുന്നേരം ആ വഴിക്ക് വരും. അപ്പൊ പിന്നെ ബാക്കി പറയാ. പിന്നെ പുതുപ്പെണ്ണിന് എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം? അത്യാവശ്യമൊക്കെ അറിയാ തോന്നുന്നുണ്ട്. കറിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഞാൻ വന്നിട്ട് പറയാം. വന്നിട്ട് നമുക്ക് പണി കൊടുക്കാം. ശരി, എന്നാ പിന്നെ ഈ വന്നിട്ട് പറയാ ബാക്കി. വരണ്ട്. വന്നോ? ഞങ്ങള് കൊറേ നേരമായി നോക്കിയിരിക്കാണ്. ചായ ഒന്നും കുടിച്ചില്ല. പിന്നെ വിളക്ക് കത്തിച്ചിട്ട് പോയി ചായ ഉണ്ടാക്കിക്കോട്ടോ. കിഷോറിന് തിരുവനന്തപുരം വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം പോകുന്ന വഴി ഇന്നോട് ആക്കി തന്നു. പിന്നെ ആദ്യം വിളക്ക് കത്തിച്ചോളിട്ടോ, നിലവിളക്ക്. മരുമക്കളാണ് വീട്ടിൽ നിലവിളക്ക് കത്തിക്കേണ്ടത്. ചായക്ക് കടിയൊന്നുമില്ലേ? നിങ്ങളെ വീട്ടില് സ്നാക്സ് ഒന്നും ഉണ്ടാക്കല്ലേ? ഉള്ളിവട, പരിപ്പ് വട. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ. ലേറ്റ് ആവൂലേ? ചായ ഒക്കെ കഴിച്ച് ചോറ് കഴിക്കാനൊക്കെ ലേറ്റ് ആയി പോലെ. അത് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഏടത്തിമ നിൽക്കുന്ന സമയത്തും ഏടത്തിമ ഇതുപോലെ 7 മണി 7:30 ആകുമ്പോഴാണ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാറ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടാട്ടോ സ്നാക്സ്. അപ്പൊ എന്തെങ്കിലും ഉള്ളിവടയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്നു. എനിക്കാണെങ്കിൽ ഉള്ളിവട ഭയങ്കര ഇഷ്ടാ. ഞാൻ ഉള്ളി അരിഞ്ഞുതരാം കേട്ടോ. പിന്നെ നിങ്ങളെ വീട്ടില് കറിയൊക്കെ എന്താ ഉണ്ടാക്കാറുള്ളത്? എന്തൊക്കെയാ ഇഷ്ടം? വീട്ടില് അവിയല്, പച്ചടി അങ്ങനത്തെ എന്തെങ്കിലും കറിയാണ് സാധാരണ അമ്മ ഉണ്ടാക്കാറുള്ളത്. എനിക്ക് മറ്റേ കറികളോടൊന്നും വലിയ താല്പര്യമില്ല. പരിപ്പ് കറിയൊന്നും അങ്ങനത്തെ കറികളൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓഫീസിൽ കൊണ്ടുപോകും. ഇവിടെ അങ്ങനെ അവിയല്, പച്ചടി അതൊന്നും ആർക്കും ഇഷ്ടമല്ല. ഇവിടെ ഞങ്ങൾക്ക് ചെറുപയർ കറി, ചെറുപയറും പച്ചക്കായി ഇട്ട കറിയില്ലേ, അത് ഇഷ്ടമാണ്. പിന്നെ മമ്പയർ മത്തനുള്ള കറി,
എനിക്കാ ഇഷ്ടം. പിന്നെ ചായക്കടി ഞങ്ങൾ ഓരോ ദിവസം ഓരോന്നാണ്. ഒരു ദിവസം പത്തിരി, പത്തിരിയും ചെറുപയർ കറിയും, ഒരു ദിവസം പൂരിയും ബാജിയും. എല്ലാത്തിലും ഞങ്ങൾക്ക് കറി നിർബന്ധമാണ്. പിന്നെ ഞാനും മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അടുക്കളയിൽ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ ഓരോ ദിവസം മൺഡേ ഇന്ന ഫുഡ്, ട്യൂസ്ഡേ, അങ്ങനെ ഓരോ ദിവസം ഓരോ ഫുഡ് എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കല്യാണമൊക്കെ ആയപ്പോ അത് പറിച്ചു കളഞ്ഞതാ. അപ്പൊ ആ ഒരു ഓർഡറിൽ ഉണ്ടാക്കിയാൽ മതി. പിന്നെ അതുപോലെ ചീരേന്റെ ഉപ്പേരി എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വരുമ്പോ ചീര കൊണ്ടുവന്നാണ്. അപ്പൊ അത് ഇല വേറെയും തണ്ട് വേറെയും ആയിട്ട് മുറിക്കണം. അപ്പൊ വേവിക്കുമ്പോ ഇല വേറെയും തണ്ട് വേറെയും ആയിട്ട് വേവിച്ചാൽ മതി. അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കഴിക്കില്ല. പിന്നെ ഒരുമിച്ച് വേവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് വേറെ വേറെ ആയിട്ട് വേവിക്കണം, അതാണ് എനിക്കിഷ്ടം. ആ ശരി. എന്റെ ദൈവമേ, ഇത് എത്രയോ പാത്രം ഊറ്റി വെച്ചിരിക്കുന്നു. ഉച്ചക്ക് കഴിച്ച പാത്രം വരെ പിന്നെ കറിയൊന്നും ഇല്ല കേട്ടോ. മോള് വൈകുന്നേരം വന്നപ്പോ കുറച്ച് ചോറ് കഴിച്ച്. ഓക്ക് അത്യാവശ്യം നല്ലോണം കറിയണം. പിന്നെ കറി എന്താ ഉണ്ടാക്കിക്കോ, പരിപ്പും വെള്ളരിയോ അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോ. ഇവര് രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കറിയെന്ന് വെച്ചോളൂ. പണിയൊക്കെ ഒതുക്കി കഴിഞ്ഞോ? നീ ഒന്നും വിചാരിക്കില്ല കേട്ടോ, ഞാൻ കുറച്ച് ടി വി കണ്ടിരുന്നു പോയി. അല്ലമ്മ, എന്റെ ഡ്രസ്സ് കഴുകാനുണ്ടായിരുന്നു. ഇപ്പൊ നേരം ലേറ്റ് ആയില്ലേ? ഡ്രസ്സ് തൽക്കാലം കുളിമുറിന്ന് കഴുകിട്ടോ. വാഷിംഗ് മെഷീനില് അത് വേണ്ട, തിരുമ്പുന്നാ നല്ലത്. ഇവിടെ മൂത്ത മരുമകളെ കല്ലിലിട്ടിട്ട് ഒരതി തിരുമ്പാ ചെയ്യുക. അപ്പൊ നല്ല വൃത്തിയാവും. പിന്നെ അന്നാന്നുള്ളത് അന്നാന്ന് തന്നെ അങ്ങോട്ട് തിരുമ്പിട്ടാ മതിയല്ലോ. പിന്നെ വാഷിംഗ് മെഷീൻ എനിക്ക് കൈവേദനയായോണ്ടേ ഇത് തിരുമ്പാൻ ബുദ്ധിമുട്ടായോണ്ട് മേടിച്ചതാ. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഭാഗത്തിരിക്കാം. അല്ല, സമയം 10 മണിയായില്ല. അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചൂടെ? ഇവിടെ ഞങ്ങള് നേരം വൈകിട്ടാ ഭക്ഷണം കഴിക്കുക. കിടക്കാൻ 12 മണി 12:30 ഒക്കെ ആവും. ദൈവമേ, ഇത് എന്ത് വീടാണ്! ഭക്ഷണം കഴിക്കാൻ രാത്രി 12 മണിയാവും. ഭക്ഷണം കഴിക്കാൻ ഇനിയിപ്പോ ഇവരെ പെർമിഷൻ നോക്കിയിട്ട് കാര്യമില്ല. ഈ ഭക്ഷണം കഴിക്കാൻ പോവുക? അല്ല, എന്റെ വീട്ടിലൊക്കെ എന്റെ അമ്മ ആണുങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പെണ്ണുങ്ങൾ കഴിച്ചാൽ മതി എന്നാ പറയല്. എന്റെ അമ്മ തന്നെ അങ്ങനെയാ പഠിപ്പിച്ച. എന്റെ വീട്ടിൽ എന്റെ അനിയന്മാരും അച്ഛനും എല്ലാരും കഴിച്ചതിന് ശേഷമാണ് ഞങ്ങള് പെണ്ണുങ്ങളൊക്കെ കഴിക്കല്. വിശന്നിട്ട് വയ്ക്കാത്തോണ്ട്. അയ്യോ, എടുത്തതായിട്ട് ഒഴിഞ്ഞു. സമയം 12:30 ഇതെന്തോ കിടക്കാത്തെ? സമയം 12:30. പിന്നെ നാളെ ഒരു 5:15 5:30 ആകുമ്പോഴേക്ക് നീറ്റോ, മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരണം. അപ്പം അടിച്ചു വരാനും തുടയ്ക്കാനൊരു ചേച്ചി വരുമെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ. ഓരൊന്നും വന്നില്ല. പിന്നെ ഇവിടെ ഇപ്പം പണിയെടുക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചു കാണും. ശരിക്കും ഞാനിവിടുത്തെ വേലക്കാരിയും. എനിക്ക് ആരും ജോലി ചെയ്യുന്നില്ല, ഞാൻ മാത്രം ജോലി ചെയ്യാം. രാവിലെ 5:45 മുതൽ തുടങ്ങിയ ജോലി, എനിക്ക് ഈ വീട്ടിലെ ജോലി ഓഫീസിലെ ജോലി എല്ലാം കൂടെ ചെയ്യാൻ പറ്റണില്ല. റിസൈൻ ചെയ്യാണ്. കല്യാണം കഴിഞ്ഞ് നല്ലൊരു ജീവിതവും സ്വപ്നം കണ്ട് വീട്ടിൽ കയറി വരുന്ന പെൺകുട്ടികളെ ഒരു വേലക്കാരിയായി കാണരുത്. മകനോട് സ്നേഹമുള്ള ഒരമ്മയും അതുപോലെ വീട്ടുകാരും ഇങ്ങനെ ചെയ്യില്ല. അവളെ മകന്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക. അല്ലാത്ത പക്ഷം മായാത്ത മുറിവുകളായി അത് അവളുടെ മനസ്സിൽ പതിയും. പിന്നെ വയസ്സാകുമ്പോൾ അമ്മായി അമ്മയെ നോക്കിയില്ല എന്ന് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തന്നെ ചോദിച്ച അമ്മായി അമ്മയെ സ്നേഹിക്കാൻ ഒരു പെൺകുട്ടിക്കും കഴിയില്ല.